ഇപ്പോൾ ആ വാഹനത്തിന്റെ ഉടമ മനാഫ് ടെലിഫോൺ ലൈനിലുണ്ട്. മനാഫ്, നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സാറേ, ഇപ്പം ഇവിടെ നല്ല മഴയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. മനാഫ് ഇപ്പൊ അങ്കോളയിലുണ്ടോ? അതെ 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 അതെ. അവിടെ മഴയാണ്. മഴയാണ്. നമ്മളെ വണ്ടി രക്ഷിക്കാനുള്ള ഒരു ഇതല്ല ഇപ്പൊ നടക്കുന്നത്. റോഡ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഇവരെ പ്രയോറിറ്റി. നമ്മൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ആള് ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം. കാരണം ഇന്നലെയും ഫോണ് ഓണായി ഓഫായി 2 പ്രാവശ്യം ഓരോ വൈഫ് പറയുന്നുണ്ട് റിങ് ചെയ്തിക്കണ് ഫോൺ എന്നുള്ളത്. ഇന്ന് രാവിലെയും ഫോൺ ഒന്ന് ഓൺ ആയിക്കണ് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അപ്പം പിന്നെ അതേമാതിരി തന്നെ ഭാരത് ബെൻസിന്റെ ഷോറൂമിൽ നിന്ന് ഇന്നിപ്പോ വിളിച്ചു പറഞ്ഞ് പിന്നെ ഇന്നലെ രാത്രി വരെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ NDRF സംഘത്തോട് പറഞ്ഞോ? അവരൊന്നും ഒന്നും കേൾക്കാനേ തയ്യാറല്ല. ഇതൊക്കെ പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്? അതെ, നമ്മള് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മള് ഈ മഴയും കൊണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ കുറെ ആൾക്കാർ വണ്ടിന്റെ ഓണേഴ്സ് ആയാലും അർജുന്റെ റിലേറ്റീവ്സ് ആയാലും എല്ലാരും ഇവിടെ മഴയും വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഒരു ഒരു ഇതും ഉണ്ടാവണില്ല. അവരെന്താണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുമ്പോ? പോയി കംപ്ലൈന്റ് കൊടുക്കാനാ പറയുന്നത്. ഇതിപ്പോ 4ാമത്തെ പ്രാവശ്യം ആണ് കംപ്ലൈന്റ്. അങ്കോല അവിടുന്ന് ഒരുപാട് കുറച്ചങ്ങോട്ട് പോവാണ്ട്. അവിടെ പോയി 4 പ്രാവശ്യം നമ്മൾ കംപ്ലൈന്റ് കൊടുത്ത്. എന്നുവെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്തു എന്നോ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്ത്. അതിനൊന്നും ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ GPS ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മളെ ലോറി ഉള്ള സ്പോട്ട്. അത് അവിടെ മണ്ണെടുക്കാൻ ഇവര് നിൽക്കണില്ല. കാരണം ആ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണ് വരും എന്നാണ് ഒരു പറയണത്. അതായത് ഈ ലോറി കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റിയാൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് ഉണ്ടാവുന്നാണ് ഒരു പറയണത്. പക്ഷെ കൃത്യമായിട്ട് അവിടെ എന്താ പറയാ അധികം ഇതില്ല സാറേ. വളരെ അടുത്തന്നാണ്. അതായത് നമ്മളെ ഈ ലോറി നമുക്ക്